അതൊക്കെ ഒരു ബഹുമാനാണ്. അവരെ ഓത്തൊക്കെ ആ ശൈലിയുള്ള ഓത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അത് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത്. അതുകൊണ്ട് ഖുർആൻ ഓത്ത് നന്നാക്കണം. നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം. പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്, സുന്നത്തല്ല. ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം. മക്കളൊക്കെ നല്ലോണം ഓതാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം. പിന്നൊന്ന് പറയട്ടെ, ഖുർആൻ ഓത്ത് ശീലമാക്കണം. ഖൽബിന്റെ കേട് മാറിക്കിട്ടാൻ, കുശുമ്പും കുറുമ്പും മാറിക്കിട്ടാൻ, ഈമാന് വർദ്ധിക്കാൻ, മുഅ്മിന് ബഹുമാനം കൂടാൻ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന മുഅ്മിനും ഓതാത്ത മുഅ്മിനും ഒരേപോലെയല്ല. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഉത്റുജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖുർആൻ ഓതുന്ന മുഅ്മിൻ ഓറഞ്ച് പോലെയാണ്. ഓറഞ്ചിനെയാ തങ്ങൾ ഉദാഹരണമെടുത്തത്. ത്വഅമുഹാ ത്വയ്യിബുൻ വരീഹുഹാ ത്വയ്യിബുൻ. ഓറഞ്ചിന്റെ വാസന നല്ല വാസനയാണ്. ആര് വാസനിച്ചാലും ആർക്കും അതുകൊണ്ട് ഇടങ്ങേറ് വരൂല. അതിന്റെ രുചിയോ നല്ല രുചിയാണ്. എന്താണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്? ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ രുചി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈമാനാണ്. ആ ഈമാന് നല്ല ഈമാനാണ്. പുറത്തേക്ക് അവനിൽ നിന്ന് വരുന്ന സ്വഭാവമില്ലേ, അവൻ ഖുർആൻ ഓതുന്നവനല്ലേ, നല്ല സ്വഭാവവുമാണ്. അവന്റെ വാസനയും നല്ലതാണ്, അവന്റെ അകവും നല്ലതാണ്, പുറവും നല്ലതാണ്. വാസന വരുന്നത് പുറത്തല്ലേ സഹോദരങ്ങളെ, രുചി കടക്കുന്നത് ഉള്ളിലല്ലേ. ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉള്ളും പുറവും വിശുദ്ധമാണ്. ഖുർആൻ എന്നും ഓതുന്നവനും എന്നും ഖുർആൻ ഓതാത്തവനും മാറ്റമുണ്ട്. മസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതാത്ത വിശ്വാസിയുടെ ഉദാഹരണം മസലുത് തംറ, കാരക്ക പോലെയാണ്. ലൈസ ലഹാ റീഹുൻ, അതിന് വാസനയില്ല. വത്വഅമുഹാ ത്വയ്യിബുൻ, അതിന്റെ രുചി നല്ല രുചിയാണ്. കാരക്കക്ക് നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ള് നല്ല ഉള്ളാണ്, ഈമാനുണ്ട്. ആ ഈമാനിന് പ്രസരിപ്പ് വേണം, ആ ഈമാനിന് കാതല് വേണം, ആ ഈമാന് മറ്റുള്ളവരിലേക്ക് പ്രകാശം ചുരത്തണം. അതിനെന്ത് വേണം? അതിന് ഖുർആൻ ഓതണം. ഉപ്പമാര് ഉമ്മമാര് ഖുർആൻ ഓതുന്നവരാകണം. എന്നാൽ മക്കളിലും അത് ശീലമാകും. ഭർത്താവ് ഖുർആൻ ഓതുന്ന ആളാകണം. എന്നാൽ സഹധർമ്മിണിയിലും ഖുർആൻ ഓത്ത് ശീലമാകും. അതേ, നമ്മുടെ ഉസ്താദുമാര് ഖുർആൻ എന്നും ഓതുന്നവരാണ്. ശിഷ്യന്മാരായ നമ്മളും എന്നും ഖുർആൻ ഓതേണ്ടവരാണ്. അവര് ഓതും പോലെ നമ്മളും ഓതി പതിവാക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആന് വിടാതെ ഓതി ഓതി ഖുർആനിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ അവസാന സമയത്ത് രോഗം കലശലായപ്പോഴും മനസ്സിന്റെ സമാധാനത്തിന്, ശരീരത്തിന്റെ കാവലിന്, നല്ല ഹിമ്മത്ത് ലഭിക്കാൻ വലിയ സയ്യിദത്തായ ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഓതിയതും ഖുർആനാണ്. നോമ്പ് നോറ്റിട്ട് മാദിക്ക് രോഗം കലശലായി. നോമ്പ് കൊണ്ട് രോഗം വന്നതല്ല, നോമ്പിലായിക്കുമ്പോ രോഗം വന്നു. രോഗം മൂർജിച്ചു. ഭർത്താവും കുടുംബക്കാരും കൂടി ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഡോക്ടർമാര് ചികിത്സിച്ചിട്ട് പറഞ്ഞു, നോമ്പൊഴിവാക്കണം, മരുന്ന് കഴിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇസ്രിഫു അന്നി തബീബി വദഊനി വഹബീബി. ഡോക്ടർമാരോട് പോകാൻ പറയൂ, എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും നിങ്ങൾ വിട്ടേക്കൂ. എന്നിട്ട് മഹദി പറയുന്നത്, 30 കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, റബ്ബേ നോമ്പുകാരിയായിട്ട് എന്നെ നീ മൗത്താക്കണേ. പിന്നെ ഞാൻ നോമ്പ് തുറക്കാനോ? എന്നെ നോമ്പ് തുറപ്പിച്ചിട്ട് എന്റെ ചോദ്യവും എന്റെ നീയത്തും നിങ്ങൾ കളയാനോ? എന്നെ നിങ്ങൾ അതിന് കാക്കേണ്ടതില്ല. പിന്നെ മഹദിയുടെ ശരീരത്തിന്റെയും ഖൽബിന്റെയും ഹിമ്മത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഖുർആനാണ്. ഖുർആൻ ഓതിയാൽ മനസ്സ് നന്നാകുമോ? മനസ്സ് നന്നാകും. ഖുർആനിന് അത്രയും വലിയ കെട്ടുറപ്പുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളോട് പറയാണ്, മനുഷ്യന്മാരെ, നിങ്ങളിലേക്ക് ഇറക്കിയ ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇതൊരു പർവ്വതത്തിന്റെ മുകളിൽ, ആ പർവ്വതത്തിലേക്കാ നമ്മൾ ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്.
ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഖുർആൻ ഇറക്കിയത് കൊണ്ട്, ഖുർആൻ വന്നത് കൊണ്ടുള്ള ഭക്തിയും ആ ഭക്തി ഇങ്ങനെ കൂടുതലായിട്ട് പൊട്ടി 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 കഷ്ണങ്ങളായിട്ട് ധൂളികളായി മാറുന്നതും കാണാമായിരുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് കരഞ്ഞുപോയ പർവ്വതങ്ങളുണ്ടേ, മനുഷ്യന്മാര് നന്നായി പഠിക്കാത്തത് കൊണ്ടാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം. ബഹുമാനം കിട്ടണോ? ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോ നമ്മളെ മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ ഒരു അർത്ഥമെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? പിന്നെ ആർക്കുള്ളതാ ഖുർആന്? ഉസ്താദുമാർക്ക് ഇങ്ങനെ മേറ്റർ നോക്കിയിട്ട് വേള പറയാനുള്ള, നമുക്കൊക്കെ പഠിക്കാനുള്ളതാ ഖുർആൻ. ദാ ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ ഒരു ആയത്തെങ്കിലും നമ്മൾ ഓതി പഠിക്കണം, അർത്ഥം പഠിക്കണം. ആ ആയത്തിന്റെ അർത്ഥം ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കുമ്പോ, അങ്ങനെ ഒരു യാസീന്റെ കുറച്ചെങ്കിലും അർത്ഥം തിരിയുമ്പോ ഓതുമ്പോ ഉണ്ടാവില്ലേ നമ്മളെ കൽബിലൊരു സൗന്ദര്യം. വെള്ളിയാഴ്ചയിലെ സബ്ബീസ്മയും ഹല്ലത്താക്കിയൊക്കെ ഓതുമ്പോ അതിലിങ്ങനെ ചിന്തിക്കുമ്പോ, ഉസ്താദ് ഓതുമ്പോ നമ്മളെ നാവുകൊണ്ട് ഓതാൻ പറ്റൂല, നമ്മളത് കേൾക്കുക വേണ്ടിയത്. കേൾക്കുമ്പോ ഇതിന്റെ അർത്ഥങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ എന്തോ രസമുണ്ടാവും. ആ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടല്ലേ അറബികളൊക്കെ പൊട്ടി പൊട്ടി കരയുന്നത്. അപ്പൊ നമ്മളെ ആൾക്കാർ ഇങ്ങനെ നോക്കുക, ഇവലെന്തിനാ കരയണത്, ഇവലെന്തിനാ ഇങ്ങനെ കരയണത്, ഓലെന്തിനാ കരയുന്നത്? ആ കരച്ചിന്റെ രസം കിട്ടിയെങ്കിലല്ലേ ഇപ്പുറത്ത് കരയുണ്ടാവുള്ളൂ. അത് കിട്ടണമെങ്കിൽ അർത്ഥങ്ങൾ പഠിക്കണ്ടേ, നല്ലോണം അർത്ഥതലങ്ങൾ പഠിക്കണം. ഖുർആനിന്റെ ആശയങ്ങൾ തഫ്സീർ വെച്ച് ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തിയതിന്റെ ക്ലാസുകൾ പഠിക്കണം. നമ്മളെ സമൂഹത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്നൊരു കുറവാണ്. ഖൽബിന്റെ കീടങ്ങൾ മാറ്റാൻ ഏറ്റവും വലിയ മരുന്ന് ഖുർആനാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന് പോലെ മരുന്നില്ല. ടെൻഷൻ മാറണോ, വിഷമങ്ങൾ മാറണോ, മനസ്സ് ക്ലിയർ ആകണോ, സങ്കടങ്ങൾ നീങ്ങണോ, ചാബല്യങ്ങൾ നീങ്ങണോ, ഭൗതിക പ്രേമങ്ങളും പ്രണയങ്ങളും മാറണോ, ഇലാഹിയായ ചിന്ത വേണോ, മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് നിന്റെ സിരകളിൽ രൂഢമൂലമാകണോ, അള്ളാഹുവിന്റെ ഖുർആന് പഠിച്ചോ, ഖുർആന് ക്ലാസ് നല്ലോണം കേട്ടിട്ട് മനസ്സിലാക്കിക്കോ. പർവ്വതങ്ങൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കരഞ്ഞുപോയി. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞതിന്റെ ഉള്ളിലെ കണികകൾ, അതിന്റെ ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. ഒരു യാത്രയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകുന്ന ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബീ ത്വാലിബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അതാ കാണുന്ന പർവ്വതം, ആ പർവ്വതത്തിനോട് പോയിട്ട് എന്റെ ഒരു സലാം പറയണം. എല്ലാ ലോകത്തിനും അറിയുന്ന നേതാവല്ലേ അവിടുന്ന്. പർവ്വതങ്ങൾക്കും അറിയാം, കല്ലുകൾക്കും അറിയാം, മരങ്ങൾക്കും അറിയാം, മൺതരികൾക്കും അറിയാം. അറിയാത്ത ഒരാളും ഇല്ലല്ലോ ലോകത്ത്. ആ പർവ്വതത്തിനോട് എന്റെ ഒരു സലാം പറയണം. എന്നിട്ട് പറയണം, ഇൻകാന ഫീകി മാഉൻ, നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം കുറച്ചെനിക്ക് നീ ചുരത്തി തരണം, കുടിക്കാനാ. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയിട്ട് പർവ്വതത്തിനോട് സലാം പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണെന്ന് പറഞ്ഞു. പർവ്വതം സുന്ദരമായ അറബി ഭാഷയിൽ സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, ജാഫർ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പോയിട്ട് പറയണം, എന്റെ ഉള്ളിൽ ഒരുപാട് വെള്ളങ്ങൾ ഉണ്ടായിരുന്നു, ജലാശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പാറയുടെ ഉൾഭാഗത്ത് ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ഖുർആനിൽ ഒരായത്തിറങ്ങിയപ്പോൾ അന്നു മുതൽ ഞാൻ കരഞ്ഞ് 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 എന്റെ ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. ഇന്ന് നിങ്ങൾക്ക് തരാൻ ഒരിറ്റ് വെള്ളം പോലുമില്ല. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്ന ആയത്തിറങ്ങിയപ്പോ ആ നരകത്തിൽ കത്തിക്കുന്ന കല്ല് ഞാനാകുമോ? വലിയ ഒരു പാറയുണ്ടല്ലോ ഈ പർവ്വതത്തിന്റെ ഒത്ത നടുവിലായിട്ട്, ഈ പാറ നാളെ നരകത്തിലിട്ട് കത്തിക്കപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ് 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 ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി. നിങ്ങൾക്ക് തരാൻ വെള്ളം ഏതുമില്ല. ആ
പർവ്വതം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ? ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖുർആനിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും പായിപ്പിക്കണം. അപ്പോഴാണ് ഭൗതിക പ്രേമങ്ങളിൽ നിന്ന്, പ്രണയങ്ങളിൽ നിന്ന്, ചാബല്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ കഴിയുക. അതല്ലേ അള്ളാഹു പറഞ്ഞത്, ഏറ്റവും നല്ല ഉപദേശം ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള ശമനമില്ലേ, അത് ഖുർആനാണ്. രണ്ട് നിലക്കും ഖുർആൻ ശിഫയാണ്. ബാഹ്യാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ആന്തരികാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടോ, ഖുർആൻ ശിഫയാണ്. കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ടോ, ഖുർആൻ ശിഫയാണ്. പ്രായാധിക്യം കൊണ്ട് വരുന്ന അസുഖമുണ്ടോ, ഖുർആൻ ശിഫയാണ്. ഏത് അസുഖങ്ങൾക്കും ഖുർആനിൽ ശിഫയുണ്ട്. നമ്മളത് പഠിക്കണം, അത് പകർത്തണമെന്ന് മാത്രം. തലവേദനക്ക് ഖുർആൻ മാത്രം ഓതിയിട്ട് തലവേദന മാറ്റിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മളോട് നിൽക്കും, ഉസ്താദെ തലവേദനക്കുള്ള മന്ത്രം ഖുർആനിലോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ പഠിക്കാത്തോണ്ട്, അല്ലാതെ വേറെന്ത് പറയാ. പല്ലുവേദനക്ക് ഓതേണ്ട ആയത്ത് ഏതാന്ന് വെച്ചാൽ, പല്ലുവേദനക്ക് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ, മദ്രസ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലദീ അൻശാകും, ഓതിവാക്കി തബാറക്കൊന്നുമല്ല, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. പല്ലുവേദനയുള്ളയിടത്ത് വിരല് വെച്ച് 7 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാല് പല്ലുവേദനക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിച്ചത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദ, ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വമുസ്തഖറും വമുസ്തൗദഅ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഫ്ഖഹൂൻ എന്നൊരായത്ത് സൂറത്തുൽ അൻആമിലുണ്ട്. അതും ഇതേ രൂപത്തിൽ 7 പ്രാവശ്യം വേദനയുള്ള പല്ലിന്റെ മേൽ വെച്ച് ഓതേണ്ടതാണ്. നമ്മൾ പഠിക്കാത്തത് കൊണ്ട് പലരും പറയും, ഉസ്താദേ വേദന കൊണ്ട് പറിക്കാനുള്ളതൊക്കെ പറഞ്ഞുപോയി, ഇപ്പൊ പഠിച്ചിട്ട് എന്താ കാര്യം? ഈ ബാക്കിയുള്ളവർക്ക് വേദന വരുമ്പോ ഓതി കൊടുക്കാൻ പഠിച്ചോളി. പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ? അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഈ കാലഘട്ടത്തിൽ നമ്മളത് കൂടുതൽ പഠിക്കണ്ടേ? ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മൾ, ഹതഭാഗ്യരാകരുത്. നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചില്ലേ, ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട്, അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കിടത്തിയിട്ട് സൂറത്തുൽ അറാഫിലെ 54ാമത്തെ സൂക്തം ഓതി കൊടുക്കണം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. അതാ ഉമ്മയെയും കുട്ടിയെയും ഓതി കേൾപ്പിക്കേണ്ട ആയത്താണ്. എത്രമാത്രം വലിയ ബഹുമാനാണ്. ആകെ വലത്തേ കാതിലൊരു വാങ്ങും ഇടത്തേ കാതിലൊരു ഇക്കാമത്ത് കയറുള്ളൂ അല്ലേ? ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ ഇഖ്ലാസ് സൂറത്ത് സുന്നത്തില്ലേ? അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ടാ? ഈ ഉസ്താദ് പുതിയ കിതാബ് എന്ന് പറയാം. പുതിയ കിതാബ് എന്ന ഉസ്താദെ പഴയ കിതാബ് തന്നെയല്ലേ? അതേ കാതിൽ തന്നെ വൈന്യൂറിയത്തില്ലേ? ഇതൊക്കെ തിരിയുന്ന ഉസ്താദുമാരെ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് 2000 10,000 അവർക്ക് കൊടുത്തേക്ക് ഒരു ആയത്തോ. ഉസ്താദ് ഒരു ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ 10,000, ഒരു സൂറത്ത് ഓതി 30 ആട് കൊടുത്തു. പിന്നെ നമ്മളെ 10,000 ആയത്തിനാവല നമുക്കറിയാത്തോണ്ടല്ലേ. വലത്തെ കാതിൽ ഓദിക്കോ, കുട്ടിയെ കിട്ടിയ ഉടനെ ഓദിക്കോ, ആ കുട്ടിക്ക് ശൈത്താനിന്റെ ശല്യം ഉണ്ടാകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൗലൂദിൻ
പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടികളെയും ശൈത്താന് വന്നിട്ടൊന്ന് ഞെക്കും, ഒന്ന് സ്പർശിക്കും, ഒന്നൊന്ന് അമർത്തിപ്പിടിക്കും. അപ്പോഴാ കുട്ടികളൊക്കെ കരയുന്നത്. കുട്ടി കരഞ്ഞോന്നല്ല നമുക്ക് റിസൾട്ട് ഇട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞു, ആ എന്നാ കുട്ടിക്ക് കോർങ്ങേടൊന്നുമില്ല. കുട്ടി കുറച്ചുകൂടെ ഞാൻ ചിരിച്ചോ, ആ എന്നാ കുട്ടിക്ക് ബുദ്ധി റെഡിയാണ്. ഇതല്ലേ തിരിയേണ്ടത്. ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ? ശൈത്താനിന്റെ സ്പർശനം കൊണ്ടാണ്. തങ്ങൾ പറഞ്ഞു, ഇല്ലാ മറിയമ വബ്നഹാ, അതിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴിവാണ്. അതിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനായ മസീഹ് ഈസാ അലൈഹിസ്സലാം ഒഴിവാണ്. എന്തേ അവരെ മാറ്റി നിർത്തിയത്? എന്തേ അവരെ ഒഴിവാക്കി നിർത്തിയത്? ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രായാധിക്യത്തിൽ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒരു കുഞ്ഞുണ്ടാകണമെന്നൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? ഒരു തള്ളപ്പക്ഷി ഭക്ഷണങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ ഭക്ഷണം പകർന്നു കൊടുക്കുമ്പോ ആ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹം, ആ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നൊരു സ്നേഹം ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ കണ്ട് ആസ്വദിച്ചപ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു, റബ്ബേ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നിരുന്നെങ്കിൽ ആ രൂപത്തിൽ സ്നേഹത്തോടെ എനിക്ക് ആ കുട്ടിയെ പോറ്റി വളർത്താമല്ലോ. പ്രാർത്ഥിക്കുന്നത് പ്രായാധിക്യത്തിലാണ്, 80 വയസ്സിന് ശേഷമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു, നല്ല ഒരു കുഞ്ഞിനെ കൊടുത്തു. ഗർഭമുണ്ടായി, ഗർഭധാരണം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴേക്ക് തന്നെ മഹദി പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. എന്റെ വയറ്റിൽ ഗർഭധാരണം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അല്ലാഹ്. അതുകൊണ്ട് ഈ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ വിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഖിദ്മത്തെടുക്കാൻ പറ്റുന്നൊരു നേർച്ചയാക്കി ഞാൻ അങ്ങ് നിശ്ചയിച്ചു പോയി. നീ അത് സ്വീകരിക്കണേ അല്ലാഹ്. ഗർഭധാരണം നടന്നു കഴിഞ്ഞപ്പോ മഹദിയുടെ ഒരു താല്പര്യമാണ്. പ്രസവിച്ചു നോക്കുമ്പോൾ അത് പെൺകുഞ്ഞാണ്. മഹദി പറഞ്ഞു, അല്ലാഹ് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞായല്ല അല്ലാഹ്, വിഷമം പറഞ്ഞതല്ല. പള്ളിയുടെ ഖിദ്മത്തിന് നിശ്ചയിക്കപ്പെടാറുള്ളത് പെണ്ണുങ്ങളെയല്ല, ആണുങ്ങളെയാണ്. വലൈസ ദക്കറു കല്ലുൻസാ, പള്ളിന്റെ ഖിദ്മത്തിന് പറ്റുന്ന പുരുഷൻ സാധാ പെണ്ണുങ്ങളെ പോലെയല്ലല്ലോ. അതുകൊണ്ട് പെണ്ണിന് ബഹുമാനം പറ്റി ഇടിച്ചു താഴ്ത്തി എന്ന് കരുതണ്ട. അത് പെണ്ണിന് അല്ലാഹു കൊടുത്തൊരു എളുപ്പമാണ്. പള്ളിയിലേക്ക് വരാതെ കാര്യങ്ങൾ നിർവഹിക്കാതെ അവർക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ അധ്വാനിക്കണം പുരുഷന്മാരെ. ജമാഅത്തിന് വന്നെങ്കിലേ കിട്ടൂ, അവർക്ക് വരാതെ കിട്ടുന്നുണ്ട്. ജുമുഅക്ക് വന്നെങ്കിലേ കിട്ടൂ, ജനാസയുടെ കൂടെ പോയെങ്കിലേ കിട്ടൂ. അവര് വരാതെ തന്നെ ചുരുങ്ങിയ സേവനങ്ങളെ കൊണ്ട് ഇതെല്ലാം അല്ലാഹുർക്ക് നൽകുന്നുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ആ ഒരു എളുപ്പത്തിനാണ്, അല്ലാതൊരു വകതിരിവിനും ഒരു ഇടിച്ചു താഴ്ത്താനും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തരം താഴ്ത്താനും വേണ്ടി ചെയ്തതല്ല. പക്ഷെ പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും? അല്ലാഹു തആല ആ പ്രാർത്ഥന, ആഗ്രഹം സാധിച്ചിട്ട് കിട്ടിയ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലെ മറിയം ബീവി എന്ന കുട്ടി മടിയിലേക്ക്, ഹന്നത്ത് ബീവിന്റെ മടിയിലേക്ക് ആദ്യ ഘട്ടത്തിൽ വന്നപ്പോ മഹദി അങ്ങ് ചൊല്ലി, വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ഈ കുട്ടിക്കും ഈ കുട്ടിന്റെ സന്താന പരമ്പരകളെയും പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പിശാച് തൊട്ടിട്ടില്ല. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനായ മസീഹ് ഈസാ അലൈഹിസ്സലാം അവരെയും പിശാച് തൊട്ടിട്ടില്ല. അപ്പൊ നമ്മളെ നേതാവിനെയോ, നമ്മളെ നേതാവ് ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇബ്ലീസുൽ ലഈൻ കാര്യം അറിയുന്നത് തന്നെ. കാര്യം അറിയുന്നതന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. നേരം പുലർന്നിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആദ്യം സൂര്യന്റെ കിരണങ്ങൾ പുറത്തേക്ക് വെളിവാകുമ്പോ ഇബ്ലീസ് അവന്റെ അനുയായികളോട് പറഞ്ഞൊന്ന് മുകളിലേക്ക് പോയി നോക്കണം, ആകാശത്തിലെ വാർത്തകൾ കൊണ്ടുവരണം. ഒന്നാൻ ആകാശത്തിലേക്ക് പോകാൻ എപ്പോഴും ഒരു പെർമിറ്റ് ഉണ്ടായിരുന്നു. അവർ മുകളിലേക്ക് അങ്ങ് പറന്നുയർന്നപ്പോഴാണ് ഉൽക്കവർഷം നടന്നത്. തുല്യതയില്ലാത്ത രൂപത്തിൽ പിശാചുക്കളുടെ ശരീരത്തിന് മുഴുവനും കരിഞ്ഞു കടഞ്ഞ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളും കരിഞ്ഞുണങ്ങിയിട്ട്
ഇറങ്ങിയിട്ട് അവർ താഴോട്ട് വന്നിട്ട് പറഞ്ഞു, മുകളിലേക്ക് കയറാൻ പറ്റൂല, തടസ്സം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശരീരം മുഴുവനും അവിടെ നിന്ന് ഉൽക്കവർഷമുണ്ടായിട്ട് നക്ഷത്രങ്ങളെ കൊണ്ട് ഏറ് കിട്ടിയിട്ട് കത്തിക്കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. പലരുടെയും പല ശരീരങ്ങളുടെയും ഭാഗങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, ക്യാപ്റ്റൻ പറയുന്നത്, എങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും നടക്കാത്തൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അല്ലേ സ്പർശിക്കുന്നത്. അപ്പോഴാണ് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ശരിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് സന്തോഷത്തിലാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ സ്വാധീനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇനി മുകളിലേക്കുള്ള സ്വാധീനം പൂർണ്ണമായും കൊട്ടിയടക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനി ഒരു വാർത്തയും കട്ടുകെട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഭൂമിയിലും എന്റെ സ്വാധീനത്തിന്റെ ശക്തി കുറഞ്ഞു. മുമ്പുള്ള സമൂഹത്തിലെ നബിമാരുടെ അനുയായികളെ കീഴ്പ്പെടുത്തിയതുപോലെ ഈ ഉമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ കീഴ്പ്പെടുത്താൻ കുറച്ച് പണിയാണ്. പെട്ടെന്നൊന്നും എല്ലാരും കിട്ടൂല. ഔലിയാക്കളിൽ തന്നെ വന്നപ്പോ പലരെയും ആട്ടി ഓടിച്ചില്ലേ ഇബ്ലീസിനെ? ആട്ടി പറത്തിച്ചില്ലേ അവരെ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എത്ര വലിയ പേടിയാണ് ഇബ്ലീസിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഉമറേ, നിങ്ങൾക്കല്ല വലിയ ബഹുമാന തന്നത്, ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്. നിങ്ങളൊരു വഴിക്ക് പ്രവേശിച്ചാൽ മറ്റൊരു വഴിക്ക് ശൈത്താൻ പോകും. ആ വഴിക്ക് വരൂല, ലെവലായിട്ടും വരൂല, പിന്നാലെയും വരൂല. അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനാണത്. എത്ര വലിയ പേടിയാണവരെ. കീഴ്പ്പെടുത്താൻ കഴിയൂല, സ്വാധീനിക്കാൻ കഴിയൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽ തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളുകൾ ധാരാളമുണ്ട്. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ അതുകൊണ്ടല്ലേ? ഏതെങ്കിലും ആളുകളുടെ ജന്മത്തിൽ ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഏതെങ്കിലും ആളുകൾ ഭൂമിയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ ഇങ്ങനെ അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. വല്ലാത്തൊരു കരച്ചിലാണ് അവന്റെ സങ്കടം. അപ്പോഴല്ലേ അവൻ കഥ അറിയുന്നത്, പിന്നെയല്ലേ തൊടുന്നത്. വിവരങ്ങൾ അറിയുന്നത് തന്റെ സമയം കുറെ കഴിഞ്ഞ ശേഷമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നമ്മോട് പഠിപ്പിച്ചത് ശൈത്താനിന്റെ സ്പർശനമില്ലാതിരിക്കാൻ വലത്തേ കാതിൽ വാങ്ങും, അതുപോലെ തന്നെ ഇടത്തേ കാതിൽ ഇഖാമത്തും നിർവഹിക്കുമ്പോ ആ വലത്തേ കാതിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. കൂടെ വഇന്നീ യുഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. നാ പിന്നെ മാനസിക രോഗം, അപസ്മാര രോഗം ഒന്നും ഉണ്ടാകൂല. സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ സ്വീകരിക്കണം. ബറക്കത്തുള്ള മഹാന്മാരെ കൊണ്ട് തഹ്നീക്ക്, മധുരം കൊടുക്കുക എന്നുള്ള സംഗതികളൊക്കെ പഴയ കാലത്ത് എത്ര സന്തോഷത്തോടെ നടന്നിരുന്നു അല്ലേ? ഇപ്പൊ എന്താ തഹ്നീക്ക് എന്ന് പറഞ്ഞാല് തേന് ഒരു വിരലാക്കിട്ട് കുടിച്ചൂട്. ആ, കുട്ടി മധുരമുള്ളതൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോ അണ്ണാക്കിനോട് കുഴപ്പമില്ല എന്നത് മനസ്സിലായി. അതിനാ തേൻ കൊടുക്കല്. അതാ തഹ്നീക്ക് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിലെ തഹ്നീക്ക് അതാണോ? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് തന്റെ പുത്രന് കൊടുത്ത തഹ്നീക്ക് അതാ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞു, ഹിജ്റ പോകുന്ന സമയത്ത് ഖുബായിലെത്തിയപ്പോ പറഞ്ഞു, മുന്നോട്ട് പോകാൻ കഴിയൂല, വേദന വരുന്നുണ്ട്, വേദന, പ്രസവ വേദന വരുന്നുണ്ട്. ഒരു ചെറിയ ടെന്റ് കെട്ടി ഖുബായിലെത്തിയിട്ടുള്ള മദീനയിലേക്ക് എത്തിയിട്ടില്ല. പ്രസവിച്ചു. എപ്പോഴാ പ്രസവിച്ചത്? രാത്രി. രാവിലെ ആകുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി എടുത്തോളൂ. സുബൈർ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ കുട്ടിയെടുത്ത് വേഗം കൊണ്ടുപോകൂ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളടുത്ത് ഈ കുട്ടിയെ കൊടുക്കണം, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, തങ്ങൾ ഈ കുട്ടിക്ക് പേര് വിളിക്കണം, തങ്ങൾ ഈ കുട്ടിക്ക് മധുരം കൊടുക്കണം. അവ്വലു മൗലൂദിൻ ഉലിദ ഫിൽ മുഹാജിരീൻ. മുഹാജിറുകൾക്ക് ആദ്യം ജനിച്ച കുഞ്ഞാണത്. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ വാങ്ങി മടിയിലിരുത്തിയിട്ട് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചു ബറക്കത്തിന് ദുആയിരുന്നു. വസമ്മാഹു അബ്ദുല്ലാഹ്. കുട്ടിക്ക് അബ്ദുല്ലാ എന്ന് നാമകരണം ചെയ്തു. ചോദിച്ചു സുബൈർ റളിയല്ലാഹു അൻഹുവോട്, കാരക്ക കരുതിയിട്ടുണ്ടോ, കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കാരക്കകൾ എടുത്തു കൊടുത്തു. തങ്ങളത് വായിലിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് ചവച്ചരച്ച് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് മധുരം പകർന്നു കൊടുത്തു. പിന്നീട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും പറയാറുണ്ട്,
അവ്വലു ഷൈഇൻ ദഖല ഫീ ജൗഫിഹി, അവ്വലു ഷൈഇൻ ദഖല ഫീ ജൗഫിഹി, എന്റെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് ആദ്യം പ്രവേശിച്ചത് റീഖു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരിൽ പലർക്കുമില്ലാത്ത ധൈര്യം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾക്കുണ്ടായിരുന്നു. ചെറിയ ധൈര്യമൊന്നുമല്ല, വലിയ ധൈര്യം. വലിയ ധൈര്യം ഉണ്ടായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്. വലിയ ധൈര്യവും വലിയ സൗന്ദര്യവും വലിയ ഇൽമും ഒക്കെ അല്ലാഹു നൽകിയിരുന്നു. കാരണം ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ആദ്യം പ്രവേശിച്ചത് ഉമ്മയുടെ മുലപ്പാലല്ല, മൂത്തമ്മയുടെ മുലപ്പാലല്ല, മറ്റു സഹോദരിമാരുടെ പാലുകളല്ല. ആദ്യം പ്രവേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാൻ. ഇങ്ങനെ സ്വാലിഹീങ്ങൾ ഉപയോഗിച്ച് മധുരം കൊടുക്കണം. ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് അതിലും വിശ്വാസമല്ല അല്ലേ? പിന്നെ ആകെ ഒരു മക്കൾ നന്നാകാൻ ദ്വേർക്കണം. ഞാൻ ദ്വേർക്കണ്ട, കാരണം ചെയ്യാൻ പറഞ്ഞു ഒന്നും കേൾക്കൂല. പിന്നെ നമ്മളിങ്ങനെ ദ്വേർക്കണം, നമുക്ക് വേറെ എന്തെല്ലാം ദ്വേർക്കാണ്ട്. ഓലിങ്ങനെ എവിടുന്നെങ്കിലും ഒരു കുട്ടീനെ ഉണ്ടാക്കി ആ കുട്ടീനെ ഇങ്ങനെ കാറ്റത്തിട്ട് അമ്മി പോലെ വളർത്തിയിട്ട് നമ്മളിങ്ങനെ ദ്വേർക്കും. ഒരു കാര്യമില്ല, ദ്വേർക്കന്നെ ദ്വേർക്ക. നിങ്ങൾ മധുരം കൊടുത്തു, എന്ത് മധുരം? ആരോ ഒന്ന് കുക്കീസ് മുട്ടായി കൊടുത്തിരുന്നു, അതാ മധുരം കൊടുക്കല് ആണാ? ആരോ തേനിങ്ങനെ തേമ്പി കൊടുത്തിരുന്നു, അതാ മധുരം കൊടുക്കല്? നിങ്ങൾ ആ കുട്ടിക്ക് വാങ്ങിൽക്കാമത്തിലും വിശ്വാസമുള്ളതും പോയോ? വാങ്ങ് കൊടുത്തിരുന്നു. ആ വാങ്ങ് ഹോസ്പിറ്റലിന് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കൊടുത്തിരുന്നു. ആര് കൊടുത്തിരുന്നു? അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു വാങ്ങ് കൊടുത്തോ? വാങ്ങ് ഈ കുട്ടിക്കല്ല, വേറെ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കൊടുത്തിരുന്നു. അപ്പൊ ഈ കുട്ടിക്കോ? ഈ കുട്ടി വേറെ കുറെ ഒച്ചപ്പാടുകളാണ് കേട്ടത്. പിന്നെ അത് ഒച്ചപ്പാടിന്റെ ആശാനായി മാറൂലേ? പിന്നെ അതിന് വികൃതി ഉണ്ടാകൂലേ? അതിനെ കേൾക്കേണ്ട അല്ലാഹ് എന്നല്ലല്ലോ ആദ്യം കേട്ടത്. കേൾക്കേണ്ട മഖ്ലൂഖാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലല്ലോ ആദ്യം കേട്ടത്. അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേരുകളല്ലേ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുകൾ, അതല്ലേ കേൾക്കേണ്ടത്. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപശബ്ദങ്ങളും വർത്തമാനങ്ങളും കേട്ടത്. പിന്നെങ്ങനെ? നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസും കേട്ടിട്ടില്ല, ഷൈത്താനും കേട്ടിട്ടില്ല, കുട്ടിയും ഉമ്മയും ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ എന്നുള്ള ആയത്തും കേട്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഖുർആൻ കൊണ്ട് നമ്മൾ ജയിക്കണം. ഖുർആൻ അല്ലാഹു നമ്മുടെ വിജയത്തിന്, നമ്മുടെ സന്തോഷത്തിന് തന്നതാണ്. ഓതി ഓതി മടുപ്പില്ലാത്ത വിധം ഖുർആനോട് ടച്ച് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓതിയിട്ട് സഹോദരങ്ങളെ ഖുർആൻ നമ്മുടെ മനസ്സിനെ ആകർഷിക്കണം. എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ഓതാന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഖുർആനിനുള്ള ആത്മീയ ബന്ധം കൊണ്ട് ഓതാതിരിക്കാൻ കഴിയൂല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇന്നത്തെ എന്റെ ഒത്തുപോകരുത്, നാളത്തെ എന്റെ ഒത്തുപോകരുത്. ഖുർആൻ ഒരു ദിവസം നോക്കാത്ത ദിവസം വരുന്നത് സ്വഹാബത്തിന് എത്ര വെറുപ്പായിരുന്നു. അവരെ കാലത്ത് മുസാഫിന്റെ കോപ്പികൾ എത്ര കുറവാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു സ്വഹാബത്തും ഖുർആനുമായുള്ള ടച്ച് പറയുന്നു, വകാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻളർ ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കാത്തൊരു ദിവസം കഴിഞ്ഞു കിടക്കുക സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. ഖുർആൻ ഓതി ഓതി ഓതിയിട്ട് ഖുർആനിൽ ഹരം പിടിച്ച മഹാന്മാർ മരിക്കുന്ന സമയത്തും നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി എന്ന് പറഞ്ഞില്ലേ? മരണമാകും എന്റെ ബിണ്ടില് ഓതി അന്നാമാനേ, മനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. സൂറത്തുൽ അൻആം അങ്ങ് ഓതി മഹദി. സൂറത്തുൽ അൻആമിന്റെ തുടക്കം മുതൽ ഓതി, ഉളൂ എടുത്ത് നല്ല വസ്ത്രം ധരിച്ച് അത്രക്കെ തേച്ച് ഖുർആനോത്തിലാണ്. ഖുർആൻ അങ്ങനെ ഓതി ഓതി രണ്ട് റിപ്പോർട്ട് കാണാം. ഒരു നിലക്ക് മഹദി ഓതി എത്തിയത് കതബ അലാ നഫ്സിഹിർ റഹ്മാ, അല്ലാഹു തആല ഒരു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കതബ അലാ നഫ്സിഹിർ റഹ്മാ, ഒരു കാരുണ്യത്തിന്റെ തീരുമാനം അല്ലാഹുവിനുണ്ട്. എന്താണത്? മൻ അമില സ്വാലിഹാ, നല്ലത് പ്രവർത്തിച്ചിട്ട് മുഅ്മിനായി വരുന്ന മനുഷ്യന് അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. അത് അല്ലാഹു നേരത്തെ എടുത്തൊരു തീരുമാനമാണ്. ഒന്ന്
ഒന്നുകിൽ ഈ ആയത്തെത്തിയപ്പോഴാണ് മഹദിയുടെ റൂഹ് പിരിഞ്ഞത്, അതല്ലെങ്കിലോ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് ദാറുസ്സലാം എന്ന സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ സ്വർഗത്തിന്റെ ആയത്ത് മോദിയിട്ട് സന്തോഷത്തോടെ സ്വർഗം കണ്ടു പോവുക ചെറിയ ബഹുമാനമല്ലല്ലോ. ഖുർആനുമായി ഹൃദയത്തിനൊരു ടച്ച് കൊടുക്കണം. ഹൃദയത്തിന്റെ തുരുമ്പുകളൊക്കെ നീങ്ങട്ടെ. മറ്റുള്ളവരോടുള്ള കുറുമ്പ് കുശുമ്പ്, ഒരാളെ കണ്ടാൽ നേർക്കുനേരെ നോക്കാൻ കഴിയാത്ത മുഖം, ഒരാളെ കണ്ടാൽ 10 കിലോ തൂക്കിയിട്ടേ നമ്മളെ മുഖം കൊണ്ട് നോക്കുള്ളൂ. ഒന്ന് ചിരിച്ചു നോക്കാൻ കഴിയില്ല. പേടിയല്ലേ മനുഷ്യന്മാരെ? മനുഷ്യന്റെ മുഖം കാണുന്ന ആനക്ക് വരെ വലിയ പേടിയതാണ്. മനുഷ്യനെ ആന ചവിട്ടുന്ന സമയത്ത് പലരും പറയലുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, പലരും പറയലുണ്ട് ചവിട്ട് കൊണ്ടവരല്ല, ചവിട്ടുന്ന കണ്ടവർ. കൊണ്ടവർ പിന്നെ പറയണ്ടാവില്ലല്ലോ, തിരിച്ച് കടത്തിയിട്ടാണ് ആന ചവിട്ടിയെന്ന് പറയലുണ്ട്. അതെന്താ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം ഒന്ന് പേടിപ്പെടുത്താണല്ലോ. കാണുമ്പോൾ തന്നെ പേടിയാണല്ലേ. ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു വട്ടേ നോക്കാൻ, പിന്നെ താഴോട്ട് നോക്കേണ്ടി വരികയാണ്. ബഹുമാനം കൊണ്ടല്ല, പേടിയുണ്ട്. കാരണം നോക്കുന്നതന്നെ സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോക്കിയാൽ എങ്ങനെ? നോക്കുമ്പോഴില്ലേ നോട്ടത്തിനൊന്ന് അങ്ങനല്ലേ ഏതൊരു ജീവിയും. ഇപ്പൊ നമ്മള് ഒന്ന് കണ്ണുറ്റി നോക്കുമ്പോ മുന്നിലൂടെ പോകുന്ന നായ എങ്ങനെ പോണവര്, പടച്ചോൻ ഏതൊരു ഭീകരവാദിയാണ്, വാലൊക്കെ ഒന്ന് ചുറ്റിട്ട് ഞാൻ ഒന്നും ചെയ്യാനില്ല, അത് പോവാണ്. നമ്മളെ നോട്ടം കണ്ടിട്ട് നമ്മൾ അതിനോട് ഒരു പുഞ്ചിരിച്ച് മട്ടത്തിലാ നോക്കുമെങ്കിൽ ആ നായ ഒന്ന് ചിരിച്ചൊന്നും കൂടി ഇങ്ങോട്ട് നോക്കും. അങ്ങനല്ലേ? നമ്മൾ ആ വേസ്റ്റ് കൊട്ടയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയിടുന്ന ഒരാള്, ഞാനിന്ന് യാത്ര ചെയ്തു വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, വേസ്റ്റ് കൊട്ടയിലേക്ക് ഭക്ഷണത്തിന്റെ അവശിഷ്ടം കൊണ്ടുപോയിരുന്ന ജീവനക്കാരൻ, തൊട്ടിട്ടൊരു നായുണ്ട്. ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പോരല്ലേ, ഫോട്ടോ എടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നായ ഇയാളെ കണ്ട് പേടിച്ചു ഓടുകയാണോ, നായ അവിടെ നിൽക്കുകയാണോ ചെയ്യുന്നത്? ഇയാൾ ഈ നായനെ നോക്കിയപ്പോ ബാക്കിയുള്ള വേസ്റ്റ് ഭക്ഷണത്തിന്റെ കുറച്ചുകൂടി അവശിഷ്ടം ഉണ്ട്, അത് എടുത്തിട്ട് പുറത്തിട്ട് കൊടുത്തു. അപ്പൊ ആ നായ ഒന്നിങ്ങനെ അയാളെ നോക്കിയിട്ട്, എന്താണത്? ഒരു സ്നേഹം, ഒരു നന്ദിയാണത്, ഒരു നന്ദി പ്രകടനം. അതിന്റെ മുഖം കൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും നമ്മൾ ജസാക്കല്ലാ എന്ന് പറയും. അത് പറഞ്ഞെങ്കിൽ ആദ്യം വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് മുടിയൽച്ചിന്റെ ഇറച്ചിയാണ്. രാവിലെ മോന്റെ മുടിയൽച്ചിരുന്നു. ആയിക്കോട്ടെ, കഴിഞ്ഞ്. ജസാക്കല്ലാഹു, അള്ളാഹു ബർക്കത്ത് കിട്ടേതോ, അള്ളാഹ് കബൂലാക്കട്ടെ. എന്തെങ്കിലും ഒന്ന്, 1 കിലോ ഇറച്ചി ഒരു മനുഷ്യനോട് കൊടുക്കുന്നതിന് 1/2 കിലോ ഇറച്ചി, ഒരു സന്തോഷത്തിന്റെ ഒരു വാക്കൊരു പ്രതികരണമില്ലേ? കിട്ടണമെങ്കിൽ ആദ്യം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയേണ്ടി വരും. നിങ്ങളൊന്ന് നോക്കി ഒന്ന് നല്ല മോകൊണ്ട് ചിരിക്കെങ്കിലും ചെയ്യും. റബ്ബേ, ഒരു ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞാല് ഇതൊരു ഈമാനാ? ഇത് ഈമാൻ എന്നല്ല, അതിന്റെ പേര് വേറെയാണ്. ഈമാൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് സന്തോഷമാകുന്ന മുഖം കൊണ്ട് സമീപിക്കാന്നുള്ളതല്ലേ ഈമാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജീവനക്കാരൻ ആ നായ ആട്ടിയാല നായ ഓടും പേടിച്ചിട്ട്. പക്ഷെ ആ ജീവനക്കാരൻ ഈ നായനെ നോക്കിയിട്ട് ഇതിന് ഭക്ഷണം വേണം, നമ്മൾ ഭക്ഷണം കഴിച്ച് വരില്ലേ. അപ്പൊ ആ പാത്രം, ആ ഭക്ഷണത്തിന്റെ പൊതി അവശിഷ്ടം നേരെ വെച്ചു കൊടുത്തപ്പോ അത് വാലാട്ടിയിട്ടൊരു നോട്ടൊക്കെ നോക്കിയിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു. മനസ്സിന്റെ ആ കുറുമ്പ് കുശുമ്പ് വിദ്വേഷങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാൻ വലിയ ശിഫയാണ്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. മനസ്സിന്റെ അകത്തളങ്ങളിൽ കെട്ടി നിൽക്കുന്ന രോഗങ്ങൾക്ക് ശമനം അള്ളാഹുവിന്റെ ഖുർആനാണ്. ആ രൂപത്തിൽ ടച്ച് ഖൽബുമായിട്ട് ഖുർആനുമായിട്ട് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ.